സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? ആണ്. ഇതിൽ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? രാവിലെ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണല്ലോ. ചിലർ പറയാറുണ്ട്, കുട്ടികൾ വയറുവേദനയൊക്കെ ആയിട്ട് വരുന്ന കുട്ടികളോട് ചോദിക്കുമ്പോൾ പറയും രാവിലെ ഭക്ഷണം കഴിക്കാറില്ല. അല്ലെങ്കിൽ കഴിച്ചോ ചോദിക്കുമ്പോൾ എന്താ പറയുക? ഒരു ദോശ കഴിച്ചു. നിങ്ങളൊക്കെ എത്രണ്ണം കഴിക്കും? ദോശയുടെ എത്രണ്ണം കഴിക്കും? 2, 3. ഓക്കെ. ഒരെണ്ണം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടത്തില്? പകുതി കഴിക്കുന്നവരുണ്ടോ? ഓക്കെ. അപ്പൊ പകുതിയും ഒരെണ്ണം ഒക്കെ കഴിക്കുന്നവര് അത് മാറ്റി 2, 3 ഒക്കെ ആക്കുക കേട്ടോ. എന്താ കാര്യം? നമ്മൾ എന്താ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറയാ? ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ബ്രെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? തലച്ചോറ് അല്ലേ? തലച്ചോറിന് കിട്ടേണ്ടുന്ന ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ രാത്രി മുഴുവൻ ഭക്ഷണം കഴിക്കാണ്ട് നമ്മുടെ വയറ് വെറുതെ കിടക്കല്ലേ? ആണോ? അപ്പോൾ വയറ്റിൽ എന്തുണ്ടാവും? ആസിഡ് ഉണ്ടാവും. അപ്പോൾ രാവിലെ നമ്മൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ വയറ് വേദനയുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഭക്ഷണം കുറച്ച് രാവിലെ കഴിച്ചാലോ വയറ് വേദന, ഓക്കാനം, ഛർദ്ദൽ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. മറ്റൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രക്തം ദാനം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മഹത്വമൊക്കെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ വർഷവും ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേയുടെ കൂടെ തന്നെ നമ്മൾ രക്തദാനം എന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന് ഒരുപാട് പേര് രക്തം ദാനം ചെയ്യുന്നുണ്ട്. പ്രായപൂർത്തിയായവർ, മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് രക്തം ദാനം ചെയ്യാം. കാര്യം ഈ ബ്ലഡ് ആവശ്യത്തിന് കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളിൽ ഒരുപാട് പേർക്ക് അത് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് സർജറിക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ.